Hi friends, welcome to AG Diaries. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇത് സജസ്റ്റ് ചെയ്തത് ഇത് ഉണ്ടാക്കുന്നത് എല്ലാം അമ്മയാണ്. അപ്പോൾ ഇത് അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മാങ്ങയാണ്. നാട്ടുമാങ്ങയാണ് എടുക്കേണ്ടത്, അല്ലാതെ വേറെ മാങ്ങയൊന്നും എടുക്കാൻ പാടില്ല. നാട്ടുമാങ്ങ യൂസ് ചെയ്താണ് നമ്മളിവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അതിനാദ്യം നമ്മൾ പീൽ ഓഫ് ചെയ്തെടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ മാത്രമായിട്ട് എടുക്കുക. എടുത്തൊരു ബൗളിൽ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 7 മാങ്ങ എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വെള്ളം ചൂടാക്കുക. ഞാനിപ്പോൾ ഇവിടെ ചട്ടിയിലാണ് എടുത്തിരിക്കുന്നത്, അതായിരിക്കും നല്ലത്. ചട്ടിയിൽ നിന്ന് വെള്ളം ചൂടാക്കുക എന്ന് വെച്ചാൽ മാങ്ങ മുങ്ങിപ്പോകാൻ പാടില്ല. അത്ര മുങ്ങിപ്പോകാണ്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ വെള്ളം എടുക്കുക. വെള്ളം എടുത്ത് ചൂടാക്കി അതിനകത്തോട്ട് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക. അതിലൊന്ന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് എല്ലായിടത്തും ഒന്ന് ആക്കി നമുക്കതിനെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അടുത്തത് നമ്മളിതിന് ചേർക്കാനുള്ള അരപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടി തേങ്ങ വേണം. 2 പിടി തേങ്ങ എടുക്കുക. ഞാനിവിടെ 2 പിടി എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഓക്കെ, 2 പിടി തേങ്ങ എടുക്കുക. പിന്നെ ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പൊടിക്കാതെ ആണെങ്കിൽ 1.5 ടീസ്പൂൺ എടുക്കണം. ഓക്കെ, പൊടിച്ചത് ചേർക്കുന്നതായിരിക്കും നല്ലത്. പൊടിക്കാത്തതും ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് ചേർക്കാം അധികമായിട്ട്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി 2 അല്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 1 പച്ചമുളകും ചേർക്കാം. എരി കൂടുതൽ വേണമെങ്കിൽ ഇനിയും ചേർക്കാം. അതിനുശേഷം കടുക് 1 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക, അതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക നമുക്ക്. ഓക്കെ, ഇതുപോലെ അരയ്ക്കുക. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പം നമ്മുടെ മാങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു തിക്ക് നമ്മൾ ഒഴിച്ച് വെച്ച വെള്ളം ഒരു തിക്കായിട്ടുണ്ട്. ഇത് ഈ പാകം ആവുന്നത് വരെയാണ് നമ്മൾ വേവിക്കേണ്ടത്. ഒരു ഓറഞ്ച് കളറാവും. അപ്പോൾ നന്നായിട്ട് വെന്തോന്ന് നോക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ അരപ്പ് കൂടെ ചേർക്കുമ്പോൾ ഇത്തിരി കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ലൂസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി മാങ്ങയിലൊക്കെ അത് പിടിപ്പിച്ച് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് ചൂടാക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഈ ബബിൾസ് വരുന്നതാണ് പാകം. അതുവരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ബബിൾസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിനെ സ്റ്റൗ ഓഫാക്കി വയ്ക്കാം. ഓഫാക്കി കുറച്ച് നേരം ഒന്ന് ചൂട് പോകാൻ വേണ്ടി വെച്ചിരിക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അതിൻ്റെ ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ പുളിപ്പ് അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ പുളിപ്പ് കുറഞ്ഞ തൈരാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുളിപ്പുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫാക്കി ഇതിനെ മാറ്റി വയ്ക്കുക. ഇനി ഇതിൽ കടുക് വറുത്ത് ചേർക്കണം. അപ്പം നന്നായിട്ട് കടുക് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ കടുക് വറുത്ത് നമ്മുടെ പുളിശ്ശേരിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ചിരിക്കാം. കഴിക്കുന്ന സമയത്ത് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.